Hey guys and welcome back to Best Car Picks. അങ്ങനെ ഫൈനലി സ്കോഡ അവരുടെ പുതിയ സ്ലാവിയ ഫേസ് ലിഫ്റ്റ് ഇറക്കിയിട്ടുണ്ട്. ആൻഡ് ഇത് പെട്ടെന്നൊരു ഷോർട്ട് നോട്ടീസിലാണ് ഈ ഫേസ് ലിഫ്റ്റ് ഇറക്കുന്നത്. കുറേ അധികം കാലമായിട്ട് നമ്മളതിൻ്റെ ടെസ്റ്റിംഗ് ഇമേജ് കാണുന്നുണ്ട്, കുഷാക്ക് ഫേസ് ലിഫ്റ്റ് വെച്ച് കമ്പയർ ചെയ്യുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഓഗസ്റ്റ് 16 സ്കോഡ ഇതിൻ്റെ ഒരു ടീസർ ഇറക്കിയിട്ട് നമ്മൾ ഓഗസ്റ്റ് 18 സ്ലാവിയ ഫേസ് ലിഫ്റ്റ് ഇറക്കുകയെ എന്ന് പറഞ്ഞത്. ഏതായാലും വണ്ടി വന്നിട്ടുണ്ട്, ഇതിൻ്റെ ഒരുപാട് ഡീറ്റെയിൽസ് ഒക്കെ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് എന്തായാലും എല്ലാം നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഡിസൈൻ എടുക്കുകയാണെങ്കിൽ ഇതൊരു ഫേസ് ലിഫ്റ്റ് എന്ന് പറഞ്ഞാലും സ്കോഡയുടെ ഫോക്സ്വാഗന്റെ ഫേസ് ലിഫ്റ്റ് നിങ്ങൾക്ക് അറിയാലോ, ഭയങ്കര മേജർ ആയിട്ടുള്ള ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവില്ല. പക്ഷെ എന്നാൽ സട്ടിലായിട്ട് നമുക്ക് അത്യാവശ്യം മനസ്സിലാവുന്ന രീതിയിലുള്ള ചേഞ്ചസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഫ്രണ്ട് ഡിസൈൻ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഹെഡ് ലാംപ്സിൻ്റെ ഡിസൈൻ മൊത്തത്തിൽ ചെറുതായിട്ടും ഇൻസേർട്സിൽ മാറ്റം വന്നിട്ടുണ്ട്. അതായത് DRLs മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഇത്തിരി വിട്ട് നിൽക്കുന്ന രീതിയിലാണ്, നേരത്തെ കണക്റ്റഡ് ആയിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഗ്രില്ലിൻ്റെ ഡിസൈൻ മൊത്തത്തിൽ നിന്ന് മാറിയിട്ടുണ്ട്. കുറേയൊക്കെ ഡീക്രോംഡ് എലമെൻറ്റ്സ് ഉണ്ട്. പിന്നെ താഴത്ത് ഒറിജിനൽ അല്ലെങ്കിലും കുറച്ച് കാർബൺ ഫൈബർ ഇൻസേർട്സ് വരെ കൊടുത്തിട്ടുണ്ട് ഗ്രില്ലിന് താഴത്തായിട്ട്. പിന്നെ നമുക്ക് ഫോഗ് ലാംപ്സ് ബോട്ടം ബമ്പറിൽ അവൈലബിൾ ആണ്. ബമ്പറിൻ്റെ ഡിസൈൻ മൊത്തത്തിൽ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു താഴത്തെ ഡിസൈനൊക്കെ ഉണ്ടല്ലോ എയർ ഡാമിൻ്റെ അവിടെ, അതൊക്കെ നല്ല ചേഞ്ചസ് ആണ് അവർ കൊടുത്തിരിക്കുന്നത്. ഇത് പിന്നെ അത്ര പോളറൈസിങ് ഡിസൈനൊന്നും അല്ല ഇന്നത്തെ കാലത്ത് നമ്മൾ ചില വണ്ടികളൊക്കെ കാണുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവോ ഇഷ്ടമാവില്ലോ എന്നുള്ളത് നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുമെന്ന് ഞാൻ പറയുന്നില്ല, ഡിപ്പെൻഡ് ചെയ്യും. പക്ഷെ എന്നാലും ഭൂരിഭാഗം എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനി നമുക്ക് ഇതിൻ്റെ തന്നെ മോണ്ടെ കാർലോ മോഡൽ വരുന്നുണ്ട്. അതിൻ്റെ ഫ്രണ്ട് ഡിസൈൻ എടുക്കുകയാണെങ്കിൽ ഇവിടെയും ഗ്രില്ല് കംപ്ലീറ്റ്ലി ബ്ലാക്ക് ഔട്ട് ആണ്. ആൻഡ് നമുക്ക് അവിടെ ഒരു റെഡ് സ്ട്രൈപ്പ് അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ബാക്കി വലിയ ചേഞ്ചസ് ഒന്നും ഫ്രണ്ടിൽ അങ്ങനെ മോണ്ടെ കാർലോ ആണെന്ന് പറഞ്ഞ് കാണാനില്ല. ഒരു ബ്ലാക്ക് കളർ വണ്ടിയാണ് മോണ്ടെ കാർലോയിൽ കാണിച്ചത്, പണ്ട് റെഡ് ഉണ്ടായിരുന്നു. ഇനി സൈഡ് ഡിസൈൻ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡയമെൻഷൻസും കാര്യങ്ങളെല്ലാം എക്സാക്ട്ലി സെയിം ആണ്. പിന്നെ ഫ്രണ്ടിൻ്റെ അവിടെ ഒരു ഡിസൈൻ അപ്ലിക്ക് നമുക്ക് ഇപ്പോഴും വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഡോർ ഹാൻഡിൽസ് ഒക്കെ ചെറിയൊരു ക്രോം ഫിനിഷിൽ തന്നെയാണ് വരുന്നത്. ORVMs ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ഫോൾഡബിൾ എല്ലാ സാധനങ്ങളും ഉണ്ട്. മെയിൻ ചേഞ്ച് അപ്പോൾ എവിടെയാണ് വന്നിരിക്കുന്നത്? ഇതിൻ്റെ അലോയ്സിൻ്റെ ഡിസൈൻ മാറിയിട്ടുണ്ട്. നമുക്ക് നേരത്തെയും 16 ഇഞ്ച് വീൽസ് തന്നെയായിരുന്നു, മൾട്ടിസ്പോക്ക് അലോയ്സ് ആയിരുന്നു. ഇപ്രാവശ്യം അവർ 16 ഇഞ്ച് വീൽസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ടയർ സൈസ് മാറ്റിയിട്ടില്ല. 205, 55 or 60 ടയർ സൈസ് വരുന്നത്. ആ അലോയ്സിൻ്റെ ഡിസൈനിൽ വന്നിരിക്കുന്ന കുറച്ച് ചേഞ്ചേ ഉള്ളൂ. ഇത് അഗൈൻ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ താഴെ കമൻസിൽ പറഞ്ഞാൽ മതി. ഇപ്പോഴും ഈ വണ്ടിക്ക് 178 mm ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട്. സോ അടിവെട്ടം തട്ടും എന്നുള്ള പേടിയൊന്നും ഏതായാലും വേണ്ട. ഇനി അഗൈൻ മോണ്ടെ കാർലോയുടെ സൈഡ് ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ ബ്ലാക്ക് ഡോട്ട് വീൽസ് ആണ് കിട്ടുന്നത്. മറ്റേനകത്തൊരു ഡ്യുവൽ ടോൺ അല്ലെങ്കിൽ ഡയമണ്ട് കട്ട് ഫിനിഷ് എന്ന് പറയാം. ഇവിടെ പിന്നെ നമുക്ക് ബ്രേക്ക് കാലിപ്പേഴ്സും അവർ റെഡ് കളർ ആക്കിയിട്ടുണ്ട്. മറ്റേനകത്ത് നമുക്ക് നോർമൽ സിൽവർ ഫിനിഷ് തന്നെയാണ് വരുന്നത്. ഇനി റിയർ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയും അങ്ങനെ പ്രത്യേകിച്ച് വലിയ വ്യത്യാസമൊന്നും പറയാനില്ല. വളരെ മിനിമൽ ആയിട്ടുള്ള ചേഞ്ച് അവർ കൊടുത്തിട്ടുള്ളൂ. ബമ്പറിൻ്റെ ഡിസൈൻ ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ടെന്ന് പറയാം. റിഫ്ലക്ടേഴ്സ് താഴത്തെ ഒരു ഡിസൈൻ എലമെൻറ്റും പിന്നെ ടെയിൽ ലാംപ്സിൻ്റെ മൊത്തത്തിൽ ഡിസൈനിൽ വലിയ വ്യത്യാസം ഇല്ലെങ്കിലും അതിൻ്റെ ടോപ്പ് പോർഷനിൽ അകത്തെ കുറച്ച് ഇൻസേർട്സിൽ ചെറിയ ഒരു ഡിസൈൻ അവർ പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. പിന്നെ നമ്മുടെ നടുവിൽ സ്ലാവിയ എന്ന് പറയുന്ന റൈറ്റിങ്ങിൻ്റെ ആ ഒരു ട്രിമ്മും ചെറുതായിട്ടൊരു വ്യത്യാസം കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ ബാക്കിലത്തെ ചേഞ്ചസ്. ഇനിയിപ്പോൾ മോണ്ടെ കാർലോ ആണെങ്കിൽ അതിനകത്ത് അങ്ങനെ ഒരുപാട് എക്സ്ട്രാ സാധനങ്ങളൊന്നും പറയാനില്ല. നമുക്ക് ചെറിയൊരു ലിപ് സ്പോയിലർ പോലത്തെ സാധനം ബാക്കിൽ വരുന്നുണ്ട്. അതുപോലെ മോണ്ടെ കാർലോയുടെ ബാഡ്ജിങ് ബാക്കിൽ വരുന്നുണ്ട്. ഇത്രേ ഉള്ളൂ ആകെ ചേഞ്ച്. ഈ വണ്ടിയുടെ മൊത്തത്തിലുള്ള ഫേസ് ലിഫ്റ്റിലൊരു മെയിൻ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ പുതിയ ആർട്ടിക് സിൽവർ എന്ന് പറഞ്ഞ കളറാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട് വണ്ടി കാണാൻ. പിന്നെ ഈ ഒരു ഇമേജിൽ അവർ വണ്ടി കുറച്ച് ലോവറും കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ലുക്ക് കൂടുമല്ലോ. ബൂട്ട് സ്പേസിലും വേറെ ചേഞ്ച് ഒന്നും വരുത്തിയിട്ടില്ല. 521 ലിറ്റേഴ്സിൻ്റെ ബൂട്ട് സ്പേസ് തന്നെയാണ് നമുക്കിപ്പോഴും ഈ വണ്ടിയിൽ കിട്ടുന്നത്. സോ നമ്മളിപ്പം എക്സ്റ്റീരിയർ കാര്യങ്ങളെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇൻറ്റീരിയറിൽ എന്തൊക്കെയാണ് ചേഞ്ചസ്, പുതിയ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളിപ്പോൾ പെട്ടെന്ന് ഈ ഒരു ഡാഷ്ബോർഡ് ഡിസൈൻ കാണുന്ന സമയത്ത് അങ്ങനെ പ്രത്യേകിച്ച് വലിയ ചേഞ്ച് ഒന്നും നോട്ടീസ് ചെയ്യാനുള്ള സാധ്യതയില്ല. കാരണം പ്രത്യേകിച്ച് വലിയ ചേഞ്ച് ഒന്നും ഇല്ല. സ്റ്റിയറിംഗിൽ നമുക്ക് സെയിം 2 സ്പോക്ക് ആ ഒരു നല്ല ഡിസൈൻ പാറ്റേണുള്ള സ്റ്റിയറിംഗ് ആണ് കിട്ടുന്നത്. അതുപോലെ ഓട്ടോ AC ഇപ്പോഴും ഇതിനകത്ത് വരുന്നുണ്ട്. ടച്ച് ബേസ്ഡ് കൺട്രോൾസ് ആണൊന്നും മാറ്റിയിട്ടില്ല. ACയുടെ കംപ്രസർ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് കൂളിംഗ് അത്യാവശ്യം ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും. ഞാൻ ഫേസ് ലിഫ്റ്റ് കുഷാക്കും ടൈഗോണെല്ലാം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്തൊക്കെ AC അത്യാവശ്യം നല്ല പെർഫോമൻസ് ആണ്. ഇനി അതല്ലാതെ ഫീച്ചേഴ്സിൻ്റെ ചേഞ്ച് എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ അവർ ഫുള്ളി ഡിജിറ്റൽ ആക്കിയിട്ടുണ്ട്. നമ്മൾ കുഷാക്കിൻ്റെയും ടൈഗറിൻ്റെയും ഫേസ് ലിഫ്റ്റിൽ കണ്ട സെയിം സാധനമാണ്. 10.25 ഇഞ്ചിൻ്റെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ്. ഒരുപാട് പുതിയ സാധനങ്ങൾ ഇതിനകത്ത്, അതായത് UI കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. ഒരുപാട് എക്സ്ട്രാ ഇൻഫർമേഷൻ ഇതിനകത്ത് അവൈലബിൾ ആണ്. കാണാനും അത്യാവശ്യം നല്ലൊരു പ്രീമിയം ഡിസൈനാണ്. നേരത്തെ 8 ഇഞ്ച് ആയിരുന്നു, സൈഡിൽ കുറേ ബ്ലാങ്ക് സ്പേസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ ഒരുപാട് ബ്ലാങ്ക് സ്പേസ് ഒന്നുമില്ല. നമുക്ക് മറ്റേ ഫ്യൂൽ ഗേജും പിന്നെ ടെമ്പറേച്ചർ ഗേജ് അവർ ഓരോ സൈഡിലായിട്ട് ചെറിയൊരു ബാറിൽ കാണിക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. മൊത്തത്തിൽ അത്യാവശ്യം കൊള്ളാം. അതുപോലെ തന്നെ ഈ ഇൻഫോടൈം സിസ്റ്റത്തിൻ്റെ സൈസ് വ്യത്യാസമൊന്നുമില്ല. നമുക്ക് 10.1 ഇഞ്ച് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെയും UIയിൽ അവർ കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ആകെ നമ്മളിത് ടൈഗോണിൻ്റെയും കുഷാക്കിൻ്റെയും ഫേസ് ലിഫ്റ്റിനകത്ത് കണ്ടതാണ് ആ ഒരു പുതിയ UIയുടെ അപ്ഡേറ്റ്. പക്ഷേ അതേതായാലും ഇതിനകത്തും കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇൻബിൾട്ട് ഗൂഗിൾ ഫീച്ചേഴ്സും സാധനങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഇതുവരെ കുഷാക്കിലും ഫേസ് ലിഫ്റ്റ് ഉള്ളത് മാത്രമേ ഉള്ളൂ, ബാക്കിയൊന്നും ഇതിനകത്ത് പുതിയതായിട്ടില്ലേ എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടി ഫൈനലി സ്കോഡ ഈ വണ്ടിയിൽ ഫാക്ടറി ഫിറ്റഡ് 360 ഡിഗ്രി ക്യാമറ ആഡ് ചെയ്തിട്ടുണ്ട്. കുറേ കാലങ്ങൾക്ക് ശേഷം. അത് കുഷാക്കും ടൈഗണും രണ്ടും ഇറക്കിയ സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചത് 360 ഡിഗ്രി ക്യാമറ എവിടെയെന്നുള്ളതായിരുന്നു. ADAS ഈ വണ്ടിയിൽ ഇപ്പോഴും വന്നിട്ടില്ല. പക്ഷെ അത് കുഴപ്പമില്ല. കാരണം മിക്കവാറും ഒക്കെ ഇപ്പോഴും ആൾക്കാർ ADAS ഉള്ള വണ്ടികൾ തന്നെ അത് ഓഫ് ചെയ്തിട്ടാണ് ഓടിക്കാറുള്ളത്. അതുകൊണ്ട് അതിവിടെ നമുക്ക് അത്ര പ്രാക്ടിക്കലി യൂസബിൾ അല്ല. പക്ഷേ ഈ സാധനം എല്ലാവർക്കും ഇപ്പോൾ ആവശ്യമുള്ളൊരു സാധനമാണ്. മിക്ക വണ്ടികളും വരുന്നുണ്ട്. ഈവൻ നമുക്ക് ചെറിയ ചെറിയ വണ്ടികൾ, അതായത് ബലേനോ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നൊരു ഫീച്ചറാണ്. ഇപ്പോഴാണ് സ്കോഡ ഇത് കൊടുത്തിരിക്കുന്നത്. ക്ലാരിറ്റി ആണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല.
പിന്നെ നേരത്തെ തന്നെ ഈ വണ്ടിയിൽ ഉണ്ടായിരുന്ന ഫീച്ചേഴ്സ് എല്ലാം ക്യാരി ഓവർ ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് നമുക്ക് ഫ്രണ്ടിൽ 2 വെന്റിലേറ്റഡ് സീറ്റ്സ് കിട്ടുന്നുണ്ട്, അതുപോലെ വയർലെസ് ഫോൺ ചാർജറിനകത്ത് വരുന്നുണ്ട്, പിന്നെ വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ ഒക്കെ നിങ്ങൾക്ക് അറിയാലോ. അതല്ലാതെ നമുക്ക് സിംഗിൾ പെയിൻ ഇലക്ട്രിക് സൺറൂഫ് വരുന്നുണ്ട്, ഓട്ടോ ഡിമിംഗ് എയർ വിംസ് വരുന്നുണ്ട്, പിന്നെ ഫ്രണ്ടിലത്തെ സീറ്റ്സ് രണ്ടും 6 വേ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ആണ്. സോ അതൊക്കെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഒരു സാധനം കൂടെ ഉണ്ട്, നിങ്ങളെല്ലാവരും ഗസ് ചെയ്ത് കാണുമായിരിക്കും. കുഷാക് ഫേസ് ലിഫ്റ്റിനകത്ത് സ്കോഡ കൊടുത്ത സെയിം സംഭവമാണ്. നമുക്ക് ബാക്കിൽ ഇതിൻ്റെ അകത്ത് മസാജ് സീറ്റ്സ് കിട്ടുന്നുണ്ട്. സോ അത് നല്ലൊരു ഫീച്ചറാണ്, കാരണം അവർ ഇൻഫാക്ട് സൂപ്പർ ബോൾ പോലെ ഈ സാധനം കൊടുത്തിട്ടില്ലായിരുന്നു. കുഷാക്കിലും സ്ലാവിയിലാണ് അത് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് നമുക്ക് മോഡ്സ് ഒന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഒരൊറ്റ ഫിക്സഡ് മോഡേ വരുന്നുള്ളൂ. സ്റ്റിൽ അതുണ്ട് എന്നുള്ള നല്ലൊരു സംഭവമാണ്. കുഷാക്കിലെ എക്സ്പീരിയൻസ് ചെയ്തപ്പം അത്യാവശ്യം നമുക്ക് ആ ഒരു സപ്പോർട്ട് വരുന്ന കഥ, അതായത് ആ മൂവ്മെൻ്റ് ഒക്കെ കറക്റ്റ് അറിയാനും പറ്റുന്നുണ്ട്. അതല്ലാതെ ബാക്കിൽ 2 ടൈപ്പ് സി ചാർജിങ് പോർട്ട്സും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് താഴത്ത് ഇതിൻ്റെ 2 ബട്ടൺ വരുന്നത് മസാജ് സീറ്റ്സിൻ്റെ. അഗെയിൻ അഡ്ജസ്റ്റബിലിറ്റി, അതുപോലെ മൾട്ടിപ്പിൾ മോഡ്സ് കൊടുക്കാനാണ് ഭയങ്കര കോസ്റ്റ് ആയി പോയത്, അതുകൊണ്ടായിരിക്കും അത് കൊടുക്കാത്തത്. പക്ഷേ എന്തായാലും നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റിൽ എക്സ്ക്ലൂസീവ് ഫീച്ചർ എന്ന് പറയാൻ ഈ വണ്ടിയിൽ ഇതുണ്ട്. ഇതാണ് നമുക്ക് ഈ വണ്ടിയിൽ ഓവറോൾ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ പറയാൻ പറ്റുന്നത്. ഇനി മെക്കാനിക്കൽ സൈഡിലോട്ട് പോകാം, എന്തൊക്കെ ചേഞ്ചസ് ഉണ്ട് എന്ന് നോക്കാം. ഒരു പരിധി വരെ നിങ്ങൾക്ക് അറിയായിരിക്കും, എഞ്ചിൻ ഓപ്ഷൻസ് എല്ലാം സെയിം തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. നമുക്ക് 1 ലിറ്റർ TSI വരുന്നുണ്ട്, 1.5 TSI വരുന്നുണ്ട്. 1 ലിറ്റർ TSI എന്ന് പറയുമ്പോൾ 115 bhp അതുപോലെ 178 Nm ടോർക്കാണ് ജനറേറ്റ് ചെയ്യുന്നത്. 1.5 TSI എന്ന് പറയുമ്പോൾ 150 bhp 250 Nm ടോർക്കാണ് ജനറേറ്റ് ചെയ്യുന്നത്. ഇതിൽ ആകെപ്പാട് ഒരു ചേഞ്ച് വരുന്നത് നമ്മുടെ 1 ലിറ്റർ TSIയിൽ നേരത്തെ 6 സ്പീഡ് ടോക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക് ആയിരുന്നു. ഇപ്പോൾ അത് നമ്മുടെ ടൈഗണും കുഷാക്കിൻ്റെ ഒക്കെ ഫേസ് ലിഫ്റ്റ് വന്ന സെയിം 8 സ്പീഡ് ടോക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക് അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ എയ്സിൻ സോസ്റ്റി ഗിയർ ബോക്സ് തന്നെയാണ്. നമ്മുടെ പഴയ 6 സ്പീഡിൻ്റെ തന്നെ ഒരു ലേറ്റസ്റ്റ് ജനറേഷൻ ഗിയർ ബോക്സ് ആണ് ഈ പുതിയ 8 സ്പീഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിൽ ഒരുപാട് ചേഞ്ച് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഗിയർ റേഷ്യോസ് ഒക്കെ മൊത്തത്തിൽ നിന്ന് മാറ്റി ടോക്ക് ഒക്കെ ബെറ്റർ ആക്കിയിട്ടുണ്ട് എന്നായിരുന്നു നമുക്ക് മറ്റേ ഗിയർ ബോക്സിലാണെങ്കിലും, അതായത് മറ്റേ ഫേസ് ലിഫ്റ്റ് വണ്ടികൾ തന്നെ അവർ പറഞ്ഞിരുന്നത്. ഇതിൻ്റെ അകത്ത് അങ്ങനെ ക്രൂസിംഗ് RPM ഒരുപാട് കുറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ ടൈഗൺ മറ്റേതൊക്കെ ഓടിച്ച സമയത്ത് ക്രൂസിംഗ് RPM 100 ഏകദേശം 2000 RPM ഒക്കെ തന്നെയാണ് പിടിച്ച് പോകുന്നത്. സോ അത് വേണമെങ്കിൽ ഇത്തിരി കുറക്കായിരുന്നു, 8 സ്പീഡ് ഉണ്ടല്ലോ. പക്ഷേ അഗൈൻ അത് ചെറിയ എഞ്ചിൻ ആയതുകൊണ്ട് പെട്ടെന്ന് ആ ഒരു റെസ്പോൺസ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും ഇത് ചെയ്തത്. പക്ഷേ പെട്ടെന്ന് റെസ്പോൺസ് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു 50, 60 അല്ലെങ്കിൽ 40 പോകുന്ന സമയത്ത് ഇത് ഗിയർ ഭയങ്കര ഹൈ ആയിരിക്കും, അതായത് 5th or 6th ഗിയറിലൊക്കെ ആയിരിക്കും ഇത് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഇത് ടോക്ക് കൺവെർട്ടർ ആയതുകൊണ്ടും ഭയങ്കര ഫാസ്റ്റ് ഡൗൺ ഷിഫ്റ്റ് അല്ലാത്തതുകൊണ്ടും ഇത് നമ്മൾ ഫുൾ ത്രോട്ടിൽ അപ്പോൾ അടിക്കുകയാണെങ്കിൽ നേരെ സെക്കൻഡിലോട്ടൊക്കെ പോകും. ആ സെക്കൻഡിലേക്ക് പോകാൻ ഈ 3-4 ഗിയർ ഡൗൺ ചെയ്യാനുള്ളൊരു ടൈം എക്സ്ട്രാ എടുക്കുന്നത് നമുക്ക് കറക്റ്റ് ഫുള്ള് ഫ്ലോർ ചെയ്യുന്ന സമയത്ത് ഫീൽ ചെയ്യാം. അത് DSCയിലൊക്കെ ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും, പക്ഷേ ആ 6 സ്പീഡിൽ എനിക്ക് ഇത്രയും ലാഗ് തോന്നുന്നില്ല, കാരണം അത് 3rd, 4th ആയിരിക്കും പോകുന്നത്. അപ്പോൾ ആ 2-1 ഗിയർ ഡൗൺ ചെയ്താൽ മതി. ഇതിനകത്ത് കുറച്ചധികം ഗിയർ ഡൗൺ ചെയ്തുകൊണ്ടുള്ള ഒരു പ്രശ്നമാണ്. എന്തായാലും നമുക്ക് ഓവറോൾ ഡ്രൈവബിലിറ്റി ചിലപ്പം ബെറ്റർ ആയി എന്ന് വേണമെങ്കിൽ പറയാം. ഇനി അതല്ലാതെ നമുക്ക് 1.5 TSIയിൽ ഇപ്രാവശ്യം മാനുവൽ ഇല്ല, 7 സ്പീഡ് DC മാത്രമേ ഉള്ളൂ. അതവർ പണ്ട് കൊടുത്തായിരുന്നു, പിന്നെ ആരും വാങ്ങാത്തവനെടുത്ത് കളഞ്ഞാണ്. 1 ലിറ്റർ TSIയിൽ 6 സ്പീഡ് മാനുവൽ ഇപ്പോഴും വരുന്നുണ്ട് കേട്ടോ. ഇതാണ് ഈ വണ്ടിയുടെ മെക്കാനിക്കൽ ഓപ്ഷൻസ്. ഇനി പ്രൈസ് എത്രയാണെന്നായിരിക്കും നിങ്ങൾ ചോദിക്കുന്നത്. പ്രൈസ് ഇതുവരെ വന്നിട്ടില്ല, പക്ഷേ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വരും എന്നാണ് പറയുന്നത്. ലേറ്റ് ആവേണ്ട കാര്യമില്ല, അവരിപ്പോൾ ഇതിന് ബുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഈ വണ്ടി പോയി ബുക്ക് ചെയ്ത് വയ്ക്കാം. പ്രൈസ് വലിയ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയില്ല, ഓൾമോസ്റ്റ് സിമിലർ പ്രൈസ് ആയിരിക്കും. ടോപ്പിൻ്റെ ചിലപ്പോൾ വില കൂടിയാലേ ഉള്ളൂ. ബേസ് മോഡലൊക്കെ അവർ സിമിലർ ആയിട്ട്, അതായത് ഏകദേശം 10 ലക്ഷം രൂപയ്ക്ക് അടുത്തൊക്കെ ആയിട്ട് തന്നെയാണ് വെക്കാൻ സാധ്യതയുള്ളത്. ഇനി നിങ്ങൾക്ക് എന്താണ് ഈ വണ്ടിയെ പറ്റിയുള്ള അഭിപ്രായം എന്ന് ഉറപ്പായിട്ടും താഴെ കമൻസിൽ പറഞ്ഞേക്കാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസോ ക്ലീൻ പ്രൊഡക്ട്സോ ഒക്കെ ആണെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ പ്രൊഡക്ട്സ് ഉറപ്പായിട്ടും ചെക്കൗട്ട് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്ത് നമ്മൾ സപ്പോർട്ടും കൂടെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.